ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലായ ഷിംലയിൽ നിന്ന് ഞാൻ ഇന്ന് ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിലേക്ക് പോവാണ്. അപ്പോൾ 2 ട്രെയിൻ മാറി കയറിയിട്ട് ഞാൻ ഇന്ന് ഡൽഹിയിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഷിംല റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ഷിംല റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കാണുന്നതാണ് ഷിംല റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ ഭാഗമൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ അങ്ങവിടെ ബാക്കിലായിട്ട് ഷിംല പട്ടണമൊക്കെ കാണാം, ഷിംല ടൗണൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഷിംല ടോയ് ട്രെയിനിൻ്റെ യാർഡാണ്. ഇവിടെ മൊത്തം ഇതുപോലത്തെ കുരങ്ങകളാട്ടാ, മൊത്തം കുറേ ഉണ്ട്. സ്റ്റേഷൻ്റെ ആ ഭാഗത്തോട്ട് കുറേ ഉണ്ട്. ഇതേ അവിടെ നിന്ന് എന്തോ പറക്കി കഴിക്കാത്, എന്തോ ഒന്നങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ ഇവിടുന്ന് എല്ലാ ദിവസവും വൈകിട്ട് 5:45 കൽക്കയിലേക്ക് പോകുന്ന കൽക്ക എക്സ്പ്രസ്, പിന്നെ അവിടുന്ന് 11:55 കൽക്ക ഹൗറ നേതാജി എക്സ്പ്രസ്, അങ്ങനെ 2 ട്രെയിനുകൾ മാറിയിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഒരു റൂട്ടാണ് കൽക്ക ഷിംല ടോയ് ട്രെയിനിൻ്റെ റൂട്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലുള്ള ന്യൂ ജൽപൈഗുരി ഡാർജിലിംഗ് ലൈനും, പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഊട്ടി മേട്ടുപ്പാളയ ലൈനും, ഈ 2 ലൈനുകളും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഷിംല റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോവാം. അങ്ങ് അവിടെ ആയിട്ട് ഒരു ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. ആ പാലത്തിൻ്റെ മീത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. അതൊരു ഫോട്ടോ പിടിച്ചാന്ന്, പക്ഷേ അവിടെ നല്ല പിക്കൊക്കെ കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ അങ്ങ് ആ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തുള്ള മലനിരകളെ നല്ല രീതി കാണുന്നുള്ളൊരു വ്യൂവും കിട്ടും. നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ പോവാം. ഷിംല റെയിൽവേ സ്റ്റേഷൻ, നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോട്ടേക്ക് പോവാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. അതിൽ നിന്ന് വലത്തോട്ട് പോയിട്ട് ഈ താഴെ കാണുന്ന വഴിയാണ് പ്ലാറ്റ്ഫോമിലേക്കുള്ളത് വഴി. അപ്പോൾ ഇതുവഴി നമുക്ക് ഇറങ്ങിയിട്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. നമ്മുടെ വണ്ടി 5:45 ഡിപ്പാർട്ട് ചെയ്യുക. അപ്പോൾ സമയം 5:28. ഇവിടുന്ന് പുറപ്പെടുന്ന കുറച്ച് വണ്ടികളുടെ ടൈമിംഗാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ വണ്ടികളും പ്ലാറ്റ്ഫോം നമ്പർ 1 പുറപ്പെടുക. പിന്നെ അതുപോലെ തന്നെ ഷിംല കൽക്ക ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കി എല്ലാ വണ്ടികളുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോം നമ്പർ 1 പുറപ്പെടുള്ളൂ, കാരണം ഇവിടെ ഒറ്റ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. നമ്മളെ വണ്ടിക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ജനറൽ കയറാനുള്ള കുറേ റഷ് ഉണ്ട് ഈ വണ്ടിയിൽ. നമ്മളെ വണ്ടി ഷണ്ട് ചെയ്ത് വരുന്നുണ്ട്. ജനറൽ കയറാനുള്ള ഇടി ജനറൽ കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഇപ്പോഴേ ഫുള്ളായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുവഴി വേറെ ട്രെയിനൊന്നും വരാത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുവഴി ഇറങ്ങി പോവാം. ഇവിടെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പോലീസുകാരൊന്നും പറയുന്നില്ല. ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കാഴ്ച നേരത്തെ പറഞ്ഞ. അങ്ങ് അവിടെ സൂര്യാസ്തമയത്തിന് വേണ്ടി സൂര്യൻ കാത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങ് ഭാഗത്താണ് ഷിംലയുടെ ടൗണൊക്കെ വരുന്നത്. ഞാൻ നേരത്തെ അങ്ങ് അവിടെ കാണിച്ച പോലെ തന്നെ ഷിംല സിറ്റിയൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോമില്ല കേട്ടോ, 2 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതാ ഇപ്പുറത്തെ ഒരു 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴി ഇതാ ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ ഇതിൽ ഡൈവേർട്ട് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ട്രെയിൻ നമ്പർ 524/54. ഈ ഒരു സെയിം വണ്ടിക്ക് തന്നെയാണ് ഞാൻ തിരിച്ച് ഷിംലയിലേക്കും വന്നത്, കൽക്കയിൽ നിന്ന്. അപ്പോൾ ഈ വണ്ടിക്ക് തന്നെ നമുക്ക് ഷിംലയിൽ നിന്ന് കൽക്കയിലേക്കും പോവാം. ഈ വണ്ടി പോകുന്നത് ട്രാക്ക് നാരോ ഗേജ് ട്രാക്കാണ്. അപ്പോൾ ആ ഒരു ട്രാക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 0.75 മീറ്ററാണ്. മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ ഇത് 1 മീറ്റർ വീതി ഉണ്ടാവും. ഈ സംഭവം ഈ 2 റെയിൽ തമ്മിലുള്ള സംഭവം 1 മീറ്റർ ഉണ്ടാവും മീറ്റർ ഗേജ് അറിയുമ്പോൾ. നാരോ ഗേജ് അറിയുമ്പോൾ 0.75. പിന്നെ നമ്മളെ ഇന്ത്യൻ റെയിൽവേയിലെ വാപ്പ് 7 വാപ്പ് 4 ഒക്കെ ഓടുന്നില്ല, അത് ബ്രോഡ് ഗേജ് ആണ്. അത് 1.75 മീറ്റർ ഉണ്ട്.
നമ്മളിവിടുന്ന് കൊണ്ടുപോകാനുള്ള ലോക്കോമോട്ടീവാണ് ഇപ്പോൾ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുള്ളത്. ഇത് ഷണ്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിനെ നമ്മൾ റേക്കിനെ ഷണ്ട് ചെയ്ത് കൊണ്ടുവന്ന ലോക്കോമോട്ടീവ് തന്നെയാണ് നമ്മളെ കൽക്ക വരെ എത്തിക്കാൻ പോകുന്ന ലോക്കോമോട്ടീവും. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര സ്പീഡാണ് കേട്ടോ പരിപാടികളാണ്, ഭയങ്കര സ്പീഡാണ്. ഫിനിഷ്, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇപ്പോൾ ZDM3 ലോക്കോ നമ്പർ 718, ഇതാണ് നമ്മുടെ ലോക്കോമോട്ടീവ്. പിന്നെ മുമ്പിൽ കാണുന്ന KSR കൽക്ക ഷിംല റെയിൽവേയുടെ കോഡാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള നല്ല വ്യൂ ഒക്കെയാണ് ട്രെയിനും ആ ഒരു ബാക്കത്തെ മലനിരകളും. ഇനി നമുക്ക് പോയി നമ്മുടെ കോച്ചിനകത്ത് കയറാം. ഇത് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്. ഇതുപോലത്തെ 2 ഫസ്റ്റ് ക്ലാസ് കോച്ച് ഉണ്ട് ഇതിന്. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വരുന്നതൊക്കെയാണ്. ഇതിപ്പോൾ ഓൾറെഡി ഫുള്ളാണ്. ഇത് നോർമൽ സെക്കൻഡ് സിറ്റിങ്. ഇതിന് 2 സെക്കൻഡ് സിറ്റിംഗ് ഉണ്ട്, D2 D1. ഞാൻ യാത്ര ചെയ്യുന്ന D1. ഇത് വിസ്റ്റഡാം കോച്ച് DV1. ഇതിൻ്റെ ഇൻറ്റീരിയർ അറിയുമ്പോൾ മീത്ത മുകളിൽ ഗ്ലാസ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മളെ കോച്ചിലേക്ക് ഏതായാലും കയറാം. ഒരു D1 കോച്ചിൽ 38 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 38 ടോട്ടൽ 76 സീറ്റ് വരും. ഈ ഒരു കൽക്ക ഷിംല ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് ഓപ്പൺ ആവല് 1 മാസം മുന്നെയാണ്. നമ്മളെ നോർമൽ ട്രെയിനിൽ ഉണ്ടല്ലോ അത് 2 മാസം മുന്നെയാണ് ടിക്കറ്റ് ഓപ്പൺ ചെയ്യൽ. ഇത് 1 മാസം മുമ്പാണ് ടിക്കറ്റ് ഓപ്പൺ ചെയ്യൽ. ആ 1 മാസത്തിന് മുമ്പ് ആ ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ടിക്കറ്റ് ഒന്നും കിട്ടില്ല, ജനറലൊക്കെ തൂങ്ങിയിട്ട് പോകേണ്ട അവസ്ഥ വരും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ടിക്കറ്റ് എനിക്ക് വെയിറ്റ് ലിസ്റ്റ് 9 കിട്ടിയത്. പിന്നെ ഞാൻ കൺഫേം ആയി പോകുമ്പോൾ കൺഫേം ഉണ്ടാവാൻ ചൂസ് ചെയ്തെടുത്തതാണ്. സമയം ഇപ്പോൾ 5:50. ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കൽക്കും ഷിംലക്കും ഇടയിൽ 94 കിലോമീറ്ററാണ്. അതിനിടയിൽ 18 സ്റ്റോപ്പ് ഉണ്ട്, 18 റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. ഈ വണ്ടിക്ക് ഏകദേശം 1, 2, 3, 4, 5 അടുത്ത് സ്റ്റോപ്പില്ല, ബാക്കി എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഷിംലയിൽ നിന്ന് കൽക്കയിലേക്ക് ടിക്കറ്റ് ഫെയർ ആയത് 65 രൂപയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സമയം 5:50 എത്ര അപ്പോഴൊക്കെ തന്നെ ഇവിടെ നല്ല ഇരുട്ടൊക്കെ വന്നിട്ടുണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 6:20 ആകുമ്പോൾ ഈ ഒരു പ്രതിഭാസം വരില്ല. പക്ഷേ ഇവിടെ ഇപ്പം തന്നെ ഇത്രക്കുള്ള ഇരുട്ടൊക്കെ വന്നു. 5:50 എത്ര സമയത്താണ് കറക്റ്റ് സമയത്ത് 5:51. ട്രെയിൻ ഇത്ര എടുത്തിട്ടില്ല കേട്ടോ. ഫോഗായ കാരണമായിരിക്കും ചിലപ്പോൾ ഇവിടെ നിർത്തിയിട്ട്. ഇവിടുന്ന് എടുക്കാത്തയുള്ള കാരണം വേറെ ഒന്നുമല്ല, ഫോഗൊന്നുമല്ല. ഇവിടത്തേക്ക് ഇപ്പോൾ ഒരു വണ്ടി വരണ്ട് 4:45 ഇവിടെ എത്തേണ്ട. ഹിമാലയൻ ക്യൂൻ എക്സ്പ്രസ് ലേറ്റാണ്. അതിപ്പോൾ 6:09 എത്തും. അത് ഇതിൻ്റെ മുമ്പുള്ള അതൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മുമ്പിലുണ്ട്. അത് എന്നിവിടെ എത്തുമ്പോഴേക്കും ഒരു 10-20 മിനിറ്റ് എടുക്കും. കാരണം 30 km/h അപ്പോൾ അത് വന്നിട്ട് ഇവിടെ നമ്മൾ പോകും. ഹിമാലയൻ ക്യൂൻ എക്സ്പ്രസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെടുക്കും. ഇത് ഇവിടുത്തെ ഒരു വന്ദേ ഭാരതൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല പ്രീമിയം ട്രെയിനാണ്. ഇതിനുണ്ട് ഒരു അൺറിസർവ്ഡ് കോച്ച്. നമ്മൾ ഡിപ്പാർട്ട് ചെയ്ത് വരുന്നത് 5:45 എടുക്കേണ്ട വണ്ടി വരുന്നത് 6:13 എടുത്തത്. ബൈ ബൈ ഷിംല. ആ ഒരു മലനിരകളൊക്കെ ലൈറ്റ് വന്ന സമയത്ത് ഇപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ. നേരെ ഫുള്ള് ഇരുട്ടിട്ട് അതിനൊന്നും കാഴ്ചകളൊന്നും കാണാനുണ്ടാവില്ല.
ഷിംല. ബൈ ബൈ ഷിംല. നിർത്തിയല്ലോ. ഇതെന്താ സിഗ്നൽ കാണിക്കാൻ നിർത്തിയതാണോ? നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമുണ്ടായ പോലെ അല്ല, കിട്ടി തുടങ്ങിയല്ലോ, ടെമ്പറേച്ചർ കുറഞ്ഞു. ട്രെയിൻ ഷോഗി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ടാ. നല്ല രീതിക്കുള്ള തണുപ്പുണ്ട്, അതുകൊണ്ട് ഈ വിൻഡോ തുറന്നിട്ടില്ലേ ഇല്ല. സ്റ്റേഷൻ എത്തുമ്പോൾ തുറന്ന്. അങ്ങ് അവിടെ ഷിംലയിലെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഒരുപാട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 11:12. ഷിംലയിൽ 94 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ കൽക്കയിലെത്തി. മടുത്തു പോയിട്ടോ, ശരിക്കും പറഞ്ഞാൽ മടുത്തു പോയി. രാത്രി നല്ല മടുപ്പാണ് ട്രെയിൻ. അങ്ങോട്ട് പോയ നേരത്ത് നല്ല രസമായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് ഇരുട്ടാണ്, മടുത്തു പോയി. ഇനിയിപ്പോൾ നമുക്ക് നേരെ നേതാജി എക്സ്പ്രസ്സിൽ കയറാനുണ്ട്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നേതാജി എക്സ്പ്രസ് ഉണ്ട്. അതിന് മുമ്പിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കാണാം നേതാജി എക്സ്പ്രസ്. ഹൗറ ഷെഡിൻ്റെ ഒരു WP7 ആണ് ലോക്കോമോട്ടീവ്. 37456 ലോക്കോമോട്ടീവ് നമ്പർ. നേതാജി എക്സ്പ്രസിൻ്റെ ലിങ്കാണ് കാണുന്നത്. അവിടെ കൽക്ക ഒരു ചെറിയൊരു നെയിം ബോർഡ് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്, ആ ഡയറക്ഷനിലാണ്. പിന്നെ ഇവിടെ കൽക്ക ന്യൂ ഡൽഹി ശതാബ്ദി എക്സ്പ്രസ്, അതിന് റേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 3 ഇത് രാവിലെ ഇവിടുന്ന് പോകും. ഞാൻ നേതാജി എക്സ്പ്രസ്സിൽ ഡൽഹി വരെയാണ് യാത്ര ചെയ്യുന്നത്. സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഹൗഡയിലേക്ക് പോകുന്ന വണ്ടിയാണ്. നോക്കി തന്നെ കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നെയിം ബോർഡൊന്ന് കാണാൻ പോയിട്ട്, ട്രെയിനിൻ്റെ നെയിം ബോർഡൊന്ന് കാണാം. ഇപ്പോൾ നേതാജി എക്സ്പ്രസിൻ്റെ നെയിം ബോർഡ് ഞാൻ കാണുന്നത് ഹൗഡ കൽക്ക. ഇപ്പോൾ കൽക്കയിൽ നിന്ന് പോകുമ്പോൾ 173.12 പോകും. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ 173.13 ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ഈ ട്രെയിൻ എന്തുകൊണ്ട് നേതാജി എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന നേതാജി എക്സ്പ്രസ്. ഈ നേതാജി എക്സ്പ്രസ്സിന് ഒരുപാട് ചരിത്രമുണ്ട്. ഒരുപാട് ചരിത്രമുള്ളൊരു ട്രെയിനാണ് നേതാജി എക്സ്പ്രസ്. ഒരുപാട് പഴക്കമുണ്ട് പറഞ്ഞു. 158 വർഷം പഴക്കമുള്ളൊരു ട്രെയിനാണിത്. ജൂലൈ 1, 1866 ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മുമ്പത്തെ പേര്, നേതാജി എക്സ്പ്രസ്സിന് മുമ്പുണ്ടായ പേര് കൽക്കാമെയിൽ നിന്നാണ്. ഇപ്പോഴും കൽക്കാമെയിലിന് ചോദിച്ചാൽ ഈ ട്രെയിൻ അറിയപ്പെടും. ഇപ്പം കൽക്കാമെയിൽ നിന്ന് അറിയപ്പെടുന്ന ട്രെയിനാണിത്. അതുപോലെ തന്നെ കൽക്ക ഷിംല ടോയ് ട്രെയിൻ വന്നതോടെ ഈ ട്രെയിൻ ഒരു ഷിംലയിലേക്കുള്ള മെയിൻ കണക്ടിവിറ്റി ട്രെയിൻ പോലെ ഇതായി മാറി. കാരണം കൽക്കയിൽ വന്നിട്ട് ഇവിടുന്ന് ഷിംലയിലേക്കാണ് അധികം പോയത്. അപ്പം ചണ്ഡീഗഡിൽ നിന്ന് കൽക്കയിലേക്ക് വരാൻ ഈ നേതാജി എക്സ്പ്രസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പോൾ ഇന്ത്യൻ്റെ ഏത് ഭാഗത്തുള്ളവർക്ക് അതിൽ കൽക്കയിൽ എത്തണമെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ അധികം വളരെ കുറവാണ്. നേരെ കുറച്ച് നമ്മളൊക്കെ കേരളത്തിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ
നമ്മൾ സമ്പർക്ക്രാന്തി എക്സ്പ്രസ് 127 കേരള സമ്പർക്ക്രാന്തി എക്സ്പ്രസ് ചണ്ഡീഗഡ് വന്ന് അവിടെ നിന്ന് കൽക്കയിലേക്ക് വന്ന് പിന്നെ കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് പോകണം. അപ്പോൾ ചണ്ഡീഗഡിലേക്ക് നമ്മൾ സമ്പർക്ക്രാന്തി എക്സ്പ്രസ്സിന് വന്നിട്ട് ഈ നേതാജി എക്സ്പ്രസ്സിന് കൽക്കയിൽ വന്ന് ഇവിടുന്ന് ഷിംലയിലേക്ക് പോകണം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ നേതാജി എക്സ്പ്രസ് കൽക്ക ഷിംല ടോയ് ട്രെയിൻ ഭയങ്കരമായ കണക്ടിവിറ്റി ട്രെയിനാണ്. ഇന്ത്യയിലെ മറ്റുള്ള ഏത് സ്റ്റേറ്റിലായാലും അങ്ങനെയാണ്. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നിങ്ങനെ സംസ്ഥാനങ്ങൾ ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയായ ഡൽഹിയിലൂടെ ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. 1715 കിലോമീറ്ററാണ് അവിടെയാണ് കൽക്കയിലേക്കുള്ളത്. 38 സ്റ്റോപ്പാണ് അതിൻ്റെ ഇടയിൽ വരുന്നത്. അതുപോലെ തന്നെ 28 മണിക്കൂറും 25 മിനിറ്റും കൊണ്ടാണ് ഈ ട്രെയിൻ അത് കവർ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ വണ്ടിക്ക് നേതാജി എന്നുള്ള പേര് കിട്ടിയത് എങ്ങനെ അറിയാം? നേതാജി പറഞ്ഞാൽ അറിയില്ല, സുഭാഷ് ചന്ദ്രബോസ്. നമ്മൾ സുഭാഷ് ചന്ദ്രബോസ് അറിയില്ല, അവരെയാണ് നേതാജി എന്നറിയപ്പെടുന്നത്. അപ്പം ആ സുഭാഷ് ചന്ദ്രബോസിൻ്റെ 124ാം ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഈ വണ്ടിക്ക് നേതാജി എന്നുള്ളൊരു പേര് കിട്ടിയത്. അതായത് 23 ജനുവരി 2021 ഈ ട്രെയിനിന് നേതാജി എക്സ്പ്രസ് എന്നുള്ളൊരു പേര് വന്നത്. അതിൻ്റെ മുന്നേ വരെ ഈ ട്രെയിനിൻ്റെ പേര് കൽക്ക മെയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കൽക്ക മെയിലായിട്ടും അറിയപ്പെടുന്നുണ്ട്. കൽക്ക മെയിൽ ആൻഡ് നേതാജി എക്സ്പ്രസ്, ദ ലെജൻഡറി ട്രെയിൻ ഇൻ ഇന്ത്യൻ റെയിൽവേ, വൺ ഓഫ് ദി മോസ്റ്റ് ഓൾഡസ്റ്റ് ട്രെയിൻ. ഭയങ്കര പഴക്കം ചെന്ന ട്രെയിൻ. ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഹിസ്റ്റോറിക്കൽ ട്രെയിനാണ് ഈ എൻ്റെ പുറകിൽ കാണുന്ന നേതാജി എക്സ്പ്രസ്. പിന്നെ ഈ ട്രെയിൻ ഒരു വേസ്റ്റ് സ്റ്റാർട്ടും കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മളെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ കാണുന്ന ഉത്കൃഷ്ട കോച്ചുകളെല്ലാം, ICF കോച്ചുകളെല്ലാം ഉത്കൃഷ്ട ലിവറിയാണല്ലോ. ആ മഞ്ഞ ഒരു ലിവറി, മഞ്ഞ ഒരു പെയിൻ്റ് അടിച്ച ലിവറി. അതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നീല കോച്ചായിരുന്നു. മറ്റേ കട്ടി നീല താഴെ മീത്തിയും ഇളം നീല നടുക്കുമായിട്ടുള്ള നല്ല അടിപൊളി ഒരു കളർ സ്കീമുള്ളൊരു കോച്ചായിരുന്നു. അതിനുശേഷം ഈ ടൈപ്പുള്ള മഞ്ഞ കോച്ചായി. ഈ മഞ്ഞ കോച്ച് ആദ്യമായി അടിച്ചിട്ട് ഓടി തുടങ്ങിയ ട്രെയിനാണ് ഈ നേതാജി എക്സ്പ്രസ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഉത്കൃഷ്ട ട്രെയിനായിരുന്നു നേതാജി എക്സ്പ്രസ്. ഈ നീല കോച്ചിൽ നിന്ന് മഞ്ഞ കോച്ചിലേക്ക് മാറിയിട്ട് ആദ്യമായി ഓടിയ ട്രെയിൻ നേതാജി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ് ഇതാണ്, അവിടെ നിന്ന് കൽക്ക. അപ്പോൾ ഞാൻ കൽക്കയിൽ നിന്ന് ഡൽഹിയിലേക്കാണ് പോകുന്നത്. S6 38 സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അവസ്ഥ. നമുക്ക് അകത്ത് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്നല്ല, ഇതിൽ യാത്രയുണ്ട്. കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കണ്ടിട്ട്. ഈ 38 ഒരു അപ്പർ ബർത്താണ് എൻ്റെ ഒരു ബർത്തായിട്ട് വരുന്നത്. ട്രെയിനകത്ത് കയറി ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്ത് നമ്മൾ കടന്നു തുടങ്ങണം, അതാണ് ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിൽ കൽക്കയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്താൽ അതിൻ്റെ അപ്പുറത്തെ ദിവസം രാവിലെ 8:05 കൂടി കൊൽക്കത്തയിലെ ഹൗറയിൽ എത്തിച്ചേരും. മറ്റുള്ള ട്രെയിനുകൾ കാണുന്ന പോലെയല്ല, ഈ ട്രെയിനിൻ്റെ സ്ലീപ്പറും AC-യും ലോക്ക്ഡാണ്. സ്ലീപ്പറിന് AC-യിലേക്ക് പോകാനൊന്നും പറ്റില്ല. മറ്റുള്ള ട്രെയിനുകളാണെങ്കിൽ സ്ലീപ്പറിൽ AC-യിലേക്കും AC സ്ലീപ്പറിലോട്ടൊക്കെ വരാം. ഇത് ലോക്ക്ഡാണ്. സമയം ഇപ്പോൾ 12:08. ഇവിടുന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നേ ഷിംലയിൽ നിന്ന് കൽക്കയിലേക്കുള്ള ലാസ്റ്റ് വണ്ടി ഉണ്ടല്ലോ, ഡെക്കാൻ ക്യൂൻ എക്സ്പ്രസ്, ഹിമാലയൻ ക്യൂൻ എക്സ്പ്രസ്. ആ ഒരു വണ്ടി ഇവിടെ വന്നിട്ട് അതിലത്തെ ആൾക്കാരെ ഇതിൽ കയറ്റിയിട്ട് മാത്രമേ നേതാജി പോവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതും ഒരു ഹിമാലയൻ ക്യൂവിനും നേതാജി ഒരു കണക്ഷൻ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഹിമാലയൻ ക്യൂവിന് ഇവിടെ എത്തിയിട്ടാണ് നേതാജി ഒക്കെ എടുത്തിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ നമ്മൾ പോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 12:32 ഹിമാലയൻ ക്യൂവിന് കൽക്കത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വന്നിട്ട് ഇവിടുന്ന് എടുക്കുമ്പോഴൊക്കെ മിക്കവാറും 1 മണിയൊക്കെ ആവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ കടന്നുറങ്ങും കേട്ടോ. അയച്ച് കൽക്ക ഡിപ്പാർട്ട് ചെയ്തിട്ട് തന്നെ വീഡിയോ കടന്നുറങ്ങാമെന്നാണ് വിചാരിച്ചത്. ഞാൻ TTയോട് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞത് ആ വണ്ടി വന്നതിന് ശേഷം മാത്രമേ ഈ വണ്ടി പോകത്തുള്ളൂ എന്നാണ്. അപ്പോൾ എന്തായാലും നല്ല കാര്യം തന്നെ, കണക്ഷൻ വണ്ടിയാണ്. കാരണം ആ വണ്ടി ഇവിടെ എത്താൻ 11:30 ഷിംലയിൽ നിന്ന് കൽക്കയിലേക്ക് ഇടുന്ന ഹിമാലയൻ ക്യൂവിന് ഇവിടെ എത്താൻ 11:30. ഇത് ഇവിടെ നിന്ന് അവിടെ പുറപ്പെടാം 11:55. അപ്പോൾ ആ വണ്ടിയിൽ ഈ വണ്ടിയിലേക്ക് കണക്ഷൻ ചെയ്യുന്ന ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടാവും. അത് ഷുവറാണ്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് 11:30 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വേറെ വണ്ടി എവിടത്തേക്കില്ല. ഡൽഹിയിലേക്കായാലും ഈ പറഞ്ഞ ഗാസിയാബാദായാലും കൊൽക്കത്തയിലും ഇവിടത്തേക്ക് ഒരു വണ്ടി ഇല്ല. ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ഡൽഹി എത്തിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് പല ഭാഗത്തേക്ക് വണ്ടികളുണ്ടല്ലോ. അപ്പോൾ ആ വണ്ടി വന്ന ശേഷം തന്നെ ഈ വണ്ടി പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. എത്ര ലേറ്റ് ആയാലും ഇതിവിടെ പിടിച്ചിടുന്നത് കൊണ്ട് വലിയ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല.
അത് വരട്ടെ, അത് വന്നിട്ട് തന്നെ പോട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നു. സമയം ഇപ്പോൾ 12:17 ആയി. ആ വണ്ടി എത്തേണ്ട സമയമൊക്കെ ആയി. നോക്കാം. ഇതേപോലത്തെ ഒരു കണക്ഷൻ നമ്മളെ കേരളത്തിലുണ്ട്. മറ്റേ കണ്ണൂരിന് ആലപ്പുഴയിൽ കണ്ണൂരിലേക്ക് പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സും ഷൊർണൂർ നിലമ്പൂരിലേക്ക് പോകുന്ന നിലമ്പൂർ പാസഞ്ചറും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് ഷൊർണൂരിലേക്ക് ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എത്തിയ ശേഷം മാത്രമേ നിലമ്പൂരിലേക്ക് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എടുക്കുകയുള്ളൂ. ആ ഒരു കണക്ഷൻ കേരളത്തിലുണ്ട്. അത് എത്ര ഡിലേ ആയാലും അങ്ങനെ വരും. എക്സിക്യൂട്ടീവ് എത്ര ഡിലേ ആയാലും നിലമ്പൂരിലേക്കുള്ള വണ്ടി ഡിലേ ആക്കി തന്നെ വെക്കും. കാരണം അതൊരു കണക്ഷനാണ്. ലാസ്റ്റ് വണ്ടിയാണ് നിലമ്പൂരിലേക്കുള്ള ലാസ്റ്റ് വണ്ടി. ഒരു തവണ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഡിലേ ആയ സമയത്ത് നിലമ്പൂർ എക്സ്പ്രസ് ഓൺ ടൈമിൽ എടുത്തു പോയ സമയത്ത് ഫുള്ള് പ്രശ്നമൊക്കെ ആയ ഒരു ഉണ്ടായിട്ട് അത് നിങ്ങളെല്ലാവരും കണ്ടാണെന്ന് തോന്നുന്നു. പ്രശ്നമായിട്ട് റെയിൽവേ തന്നെ ഒരു സ്പെഷ്യൽ ബസ്സൊക്കെ ഇറക്കിയിട്ടാണ് പിന്നെ പാസഞ്ചേഴ്സിനെ നിലമ്പൂരിലേക്ക് കൊണ്ടുപോയത്. അതൊക്കെ എല്ലാവർക്കും അറിയാതൊക്കെ വിചാരിക്കുന്നു. ഹിമാലയൻ ക്യൂനിവിടത്തെ ഇനിയും ഒരു 20 മിനിറ്റോളം എടുക്കും കേട്ടോ. അതൊരു ഞാൻ നിൽക്കുന്നില്ല. ഞാൻ എന്തായാലും കടന്നുറങ്ങാൻ തീരുമാനിച്ചിരിക്കാം. കാരണം നല്ല ടയർഡാണ്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിലുള്ള ആൾക്കാർക്ക് ചീത്തല് തുടങ്ങി. കാരണം ട്രെയിൻ ലേറ്റ് ആയല്ലോ. എല്ലാവർക്കും അതിൻ്റെ കാരണമൊക്കെ പലർക്കും അറിയില്ല. അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട്, അറിയാത്തവരൊക്കെ എന്തൊക്കെയോ പറയാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തിയാണ്. ഇപ്പോൾ നമുക്ക് നാളെ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ചിലപ്പോൾ ഡൽഹി എത്തുമ്പോൾ എഴുന്നേൽക്കായിരിക്കും. അതിനു മുമ്പ് എഴുന്നേൽക്കാണ് കാണിക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 7:04. പ്ലാറ്റ്ഫോം നമ്പർ 16 നമ്മൾ വന്ന് ഇറങ്ങിയത്. ഇതാണ് ഈ നേതാജ് എക്സ്പ്രസ്. അപ്പോൾ നമുക്കിനി നേരെ മെയിൻ എൻട്രൻസ് ആ ഭാഗത്തോട്ടൊക്കെ പോവാം. ഇതൊന്നും വർക്കാവുന്നില്ല കേട്ടോ. വർക്കായി. അടിപൊളി. കറക്റ്റ് ടൈം. നേതാജ് എക്സ്പ്രസ് അവിടെ ഉണ്ട്. പിന്നെ അങ്ങവിടത്തെ പഴയ പച്ച ഗരീബ് രഥ് എക്സ്പ്രസ് പഴയ ലിവറിയിലുള്ള. ഡൽഹിയിൽ കുറേ അധികം റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മുന്നോട്ടൊക്കെ മൊത്തം കോട കയറി കിടക്കുകയാണ്. നമ്മുടെ ട്രെയിന് 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇവിടെ എത്തിയത്. ഡൽഹിയിലെ AC വെയിറ്റിംഗ് ഹാൾ റൂമിനകത്താണല്ലോ. ഇവിടെ നിന്ന് 2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ 20 രൂപ. പെർ ഹെഡ് 10 രൂപ മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് തന്നെ പുറത്തോട്ടൊക്കെ പോവാം. ഇപ്പോൾ രാവിലെ തന്നെ 2 സമൂസയും ചായയും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിനെ കഴിച്ചിട്ട് നേരെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാം. ഈ കാണുന്ന AC വെയിറ്റിംഗ് ഹാളിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഡീസൽ ലോക്കോമോട്ടീവ് വന്നിട്ടുണ്ട്. ഏതോ ഒരു ട്രെയിനിനെ ഷണ്ട് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ കാണുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. ഇപ്പോൾ സമയം 9:08. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇതാണ് ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിട കവാടങ്ങളൊക്കെ വരുന്നതാണ്. മെയിൻ എൻട്രൻസ് ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തേക്കും സ്റ്റേഷൻ്റെ ബിൽഡിങ് കുറച്ചധികം നീണ്ടു നിന്നിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് വലിയൊരു സ്റ്റേഷനാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ മരങ്ങളൊക്കെ ഉണ്ടാകണം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു കെട്ടിടം നേരെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല. ഈ മരങ്ങൾ ഇവിടെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ മുന്നത്തെ ഒരു വ്യൂ കിട്ടുന്നില്ല. പിന്നെ അതങ്ങവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹി എന്നൊക്കെ ആയിട്ടുണ്ട്. ഇത് ഡൽഹിയിലെ ഓൾഡ് ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഡൽഹിയിൽ പ്രധാനപ്പെട്ടതായിട്ട് കുറേ സ്റ്റേഷൻസ് ഉണ്ട്. ഡൽഹി സറൈ റോഹില്ല, ആദർശ് നഗർ ഡൽഹി, പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേഷന് ഓൾഡ് ഡൽഹി ജംഗ്ഷന്, പിന്നെ ന്യൂ ഡൽഹി ഉണ്ട്, ഹസ്രത്ത് നിസാമുദ്ദീൻ ഉണ്ട്. അങ്ങനെ കുറേ അധികം റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് ഡൽഹിൻ്റെ പേരിൽ തന്നെ കുറേ അധികം ഉണ്ട്. എക്സിറ്റ് ഇവിടെ വലിയൊരു ബോർഡ് തന്നെയുണ്ട് എക്സിറ്റിൻ്റെ. അപ്പോൾ ഷിംലയിൽ നിന്ന് ഡൽഹി വരെയുള്ള വീഡിയോ ആയിരുന്നു ഇത്. 2 വണ്ടികൾ മാറി കയറിയിട്ട് ഷിംല ടു കൽക്ക ടോയ് ട്രെയിനും പിന്നെ അതുപോലെ തന്നെ കൽക്ക ടു ഡൽഹി നേതാജി എക്സ്പ്രസ്സും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു യാത്ര വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് അടുത്ത പരിപാടി ഇവിടെ മെട്രോ കയറി നിസാമുദ്ദീനിൽ പോയിട്ട് അവിടെ ബാഗൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഡൽഹി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നിന്ന് കാണുന്നതായിരിക്കും. ബൈ.